മുഖ്യമന്ത്രിക്ക് ചെയ്യാനാകുന്ന 6 മികച്ച കാര്യങ്ങൾ. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തിയിട്ട് 10 ദിവസം തികയുന്നു. അദ്ദേഹത്തിന് മുന്നിൽ കേരളീയരുടെ പല കാലങ്ങളായിട്ടുള്ള ചില ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളെ നമുക്ക് 6ആയി ചുരുക്കാം. ഈ 6 കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. ഒറ്റയ്ക്കല്ല, മറിച്ച് വകുപ്പുകളുടെ ഏകീകരണം മൂലം അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ കാര്യക്ഷമമായി ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായും കേരളം അങ്ങയുടെ ഒപ്പം നിൽക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തെരുവ് നായ ശല്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ മാസം 19-ാം തീയതി സുപ്രീം കോടതി നിർണായകമായ ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. തെരുവ് നായകളെ നിയന്ത്രിതമായി കൊല്ലാൻ കഴിയും. അതായത് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വിഘാതമാണ് തെരുവ് നായകളുടെ ആക്രമണം. അതുകൊണ്ട് അവയെ പൊതു ഇടങ്ങളിൽ നിന്ന് നീക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന നിലയിൽ സുപ്രീം കോടതി ഒരു നിർണായകമായിട്ടുള്ള ഒരു വിധി പുറപ്പെടുവിച്ചു. ആ വിധിയുടെ പശ്ചാത്തലത്തിൽ വി.ഡി. സതീശന് അടിയന്തരമായി ചെയ്യാൻ കഴിയുന്നത് കേരളത്തിലെ തെരുവ് നായികളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഒന്നുകിൽ അതിനെ കൊന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ ABC പോലുള്ള പരമ്പരാഗതമായ ആ സംവിധാനത്തിലൂടെ പൊതു ഇടങ്ങളിൽ നിന്നും തെരുവ് നായകളെ പൂർണ്ണമായും ഒഴിവാക്കുക. 2021 മുതൽ 2025 വരെയുള്ള കണക്കെടുത്ത് നോക്കുമ്പോൾ 122 പേർക്കാണ് കേരളത്തിൽ തെരുവ് നായയുടെ കടിയേറ്റ് മരിക്കേണ്ടി വന്നത്. 122 ഹതഭാഗ്യരെ ഈ തെരുവ് നായയുടെ കടി മൂലം മരിക്കേണ്ടി വന്നു. അതേപോലെ തന്നെ 15 ലക്ഷത്തോളം, കൃത്യമായി പറഞ്ഞാൽ 15,27,037 പേർക്കാണ് 2021 മുതൽ 2025 വരെയുള്ള കാലത്ത് തെരുവ് നായകളുടെ കടിയേറ്റത്. അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങൾക്കും വൃദ്ധജനങ്ങൾക്കും മാത്രമല്ല, കേരളത്തിലാകമാനമുള്ള ജനങ്ങൾക്ക് ഭീഷണിയായി ഈ തെരുവ് നായകൾ വിലസുകയാണ്. നമുക്ക് കന്നുകാലികളെ കൊല്ലാം, ആടിനെ കൊല്ലാം, കാട്ടുപന്നികളെ കൊല്ലാം, പക്ഷേ എന്തുകൊണ്ടാണ് തെരുവ് നായകളെ കൊന്നുകൂടാ എന്നുള്ള ചോദ്യത്തിന് സുപ്രീം കോടതി ഉത്തരം നൽകിയിരിക്കുന്നു. ആ ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി തെരുവ് നായകളെ പൂർണ്ണമായും നമ്മുടെ പൊതുവിടങ്ങളിൽ നിന്നും നീക്കാൻ വി.ഡി. സതീശൻ സർക്കാർ തയ്യാറായാൽ അങ്ങേക്ക് കേരളം ഒറ്റക്കെട്ടായി നിന്ന് കൈയടിക്കുന്നത് കാണാം. രണ്ടാമതായി, കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാലിന്യ സംസ്കരണമാണ്. ഒരു ദിവസം കേരളത്തിൽ 1 കോടി ടൺ മാലിന്യം ഉണ്ടാകുന്നു. ഇതിൽ 60 മുതൽ 70% വരെ ജൈവ മാലിന്യങ്ങളാണ്. ഈ ജൈവ മാലിന്യങ്ങളെ ഫലപ്രദമായി സംസ്കരിക്കാനായി പല പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലീൻ കേരള, അതേപോലെ തന്നെ മാലിന്യമുക്ത കേരളം, ഉറവിട മാലിന്യ സംസ്കരണം, ഇങ്ങനെ പല സംവിധാനങ്ങൾ കൊണ്ടുവന്നെങ്കിലും അതെല്ലാം തന്നെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇവിടെയാണ് നമുക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ മാലിന്യ സംസ്കരണം നടത്തുന്ന രാജ്യങ്ങളുടെ ടെക്നോളജി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്നത്. 3 രാജ്യങ്ങളാണ് ലോകത്തെ ഏറ്റവും മികച്ച രീതിയിൽ മാലിന്യം സംസ്കരിക്കുന്നത്. 1 ജർമ്മനി, 2 നെതർലൻഡ്സ്, 3 ജപ്പാൻ. അവിടെ ഇത്തരത്തിലുള്ള ജൈവ മാലിന്യങ്ങളെ കരണ്ടായി, വൈദ്യുതിയായി ഉൽപ്പാദിപ്പിക്കുന്ന വലിയ സംവിധാനങ്ങളുണ്ട്. ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ഇത്തരത്തിൽ ജൈവ മാലിന്യങ്ങളെ വൈദ്യുതിയായി ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ അവിടെയുണ്ട്. അത്തരത്തിലുള്ള നൂതന സംവിധാനങ്ങൾ കൊണ്ടുവന്ന് കേരളത്തിലെ ഈ മാലിന്യ പ്രശ്നങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, ട്രേഡ് യൂണിയൻ ടെററിസം. ഇന്ത്യയിലെങ്ങുമില്ലാത്ത വിധത്തിലാണ് ട്രേഡ് യൂണിയൻ്റെ ടെററിസം അല്ലെങ്കിൽ തൊഴിലാളി യൂണിയൻ്റെ ഭീകരത ഇവിടെ നിലനിൽക്കുന്നത്. 1978 ചുമട്ടു തൊഴിലാളി നിയമം കേരളത്തിൽ പ്രാബല്യത്തിൽ വരുന്നത്. ഇന്ത്യയിലെങ്ങും തന്നെ ഇത്തരത്തിലുള്ളൊരു നിയമമില്ല എന്നുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അന്നത്തെ തൊഴിൽ മേഖല എന്ന് പറയുന്നത് ഉന്തുവണ്ടികളുടെയും തലച്ചുമടിൻ്റെയും ഒക്കെ കാലമായിരുന്നു. ആ നിയമം ഇപ്പോഴും തുടരുകയാണ്. അതൊരു ഭീകരതയായി വളർന്നു വന്നിരിക്കുന്നു. നിർമ്മലാ സീതാരാമന് ലോക്സഭയിൽ വരെ കേരളത്തിലെ നോക്കുകൂലിയെക്കുറിച്ച് പറയേണ്ടി വന്നിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം വിഷയമല്ല, അങ്ങയുടെ പാർട്ടിക്ക് പോലും ഇത്തരത്തിൽ തൊഴിലാളി യൂണിയനുകളുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ ട്രേഡ് യൂണിയൻ ടെററിസം ഒഴിവാക്കേണ്ടത്? വീട് പണിയുന്ന വ്യക്തികൾക്ക്, ചെറുകിട സ്ഥാപനങ്ങൾക്ക് അവർക്ക് ലോഡിറക്കാൻ കഴിയുന്നില്ല. FCA ഗോഡൌണിൽ വരെ ഇത്തരത്തിലുള്ള ട്രേഡ് യൂണിയനുകളുടെ ആധിപത്യമുണ്ട്. അവരെ ക്രമേണ കുറച്ചു കൊണ്ടുവന്നിട്ട് അവിടെ ശാസ്ത്ര സാങ്കേതിക
രംഗത്തെ അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് കേരളത്തെ നാണം കെടുത്തുന്ന ഈ ട്രേഡ് യൂണിയനിസം അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ ടെററിസം അവസാനിപ്പിക്കാനുള്ള വഴി. യന്ത്രവൽക്കരണം കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കളുമായി അതേക്കുറിച്ച് സംസാരിച്ച് അവരുമായി ഒരു ധാരണയിലെത്തി കാലക്രമേണ ഇത്തരത്തിലുള്ള ഈ ഒരു ട്രേഡ് യൂണിയൻ ടെററിസത്തെ കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് മദ്യവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കിപ്പോൾ തോന്നിയതുപോലെയാണ് ഒരു 3 സ്റ്റാർ ഹോട്ടൽ പണിതാൽ ഉടൻ തന്നെ ബാർ അനുവദിക്കുന്ന പരിപാടി. ആ പരിപാടി നിർത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഇക്കാര്യത്തിൽ വേണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മദ്യം വാങ്ങാനെത്തുന്ന ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകുക എന്നുള്ളതാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സേവന കേന്ദ്രങ്ങൾ, അതായത് ഇപ്പോഴത്തെ ബെവ്കോ ഔട്ട്ലെറ്റുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അല്ലാതെ മദ്യം വാങ്ങാനെത്തുന്ന ഉപഭോക്താവിനെ മഴയും വെയിലും കൊള്ളിച്ച് നാണം കെടുത്തി ക്യൂ നിർത്തുന്ന പരിപാടി ഒഴിവാക്കുക. അപരിഷ്കൃതമായിട്ടുള്ള ഇത്തരത്തിലെ ഔട്ട്ലെറ്റുകൾ പൊളിച്ചു കളഞ്ഞ് അവിടെ അത്യാധുനികമായിട്ടുള്ള മദ്യശാലകൾ കൊണ്ടുവരിക. ലോകത്ത് ഒരിടത്തും മദ്യനിരോധനം പ്രായോഗികമായിട്ടില്ല. അതുകൊണ്ട് തന്നെ മദ്യ നിയന്ത്രണമാണ് ആവശ്യം. ഇത്തരത്തിലുള്ള മികച്ച സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെ ബാറുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക. ഒപ്പം തന്നെ ഉള്ള ഔട്ട്ലെറ്റുകളെ ഭംഗിയായി നിലനിർത്തുക. അവിടെ അന്തസ്സോടുകൂടി മദ്യപന് കയറി ചെല്ലാൻ കഴിയുന്ന അല്ലെങ്കിൽ ഉപഭോക്താവിന് കയറി ചെല്ലാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാകുക. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നികുതി വരുമാനം ഈടാക്കുന്നത് ഈ പറയുന്ന മദ്യം ഉപയോഗിക്കുന്നവരിൽ നിന്നാണ്. അതുകൊണ്ട് അവർക്ക് മാന്യമായ ഒരു സംവിധാനം ഒരുക്കേണ്ടതുണ്ട് മദ്യം വാങ്ങാൻ. രണ്ടാമതായി നമ്മൾ എങ്ങനെയാണ് പുകവലിയെ പൊതുവിടങ്ങളിൽ നിന്ന് ഒഴിവാക്കിയതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള ബോധവൽക്കരണം വഴിയും നിയമനിർമ്മാണം വഴിയും മദ്യത്തിൻ്റെ നിയന്ത്രണം കുറച്ചു കൊണ്ടുവന്നാൽ തീർച്ചയായും വി.ഡി. സതീശന് കയ്യടി കിട്ടുന്ന മറ്റൊരു കാര്യമാണ്. ഇനി അഞ്ചാമത്തെ കാര്യം, നമുക്ക് രാജ്യാന്തര നിലവാരത്തിലുള്ള ആശുപത്രികൾ സ്വകാര്യ രംഗത്തുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പൊതുജന ആരോഗ്യ രംഗവും അങ്ങേയറ്റത്തെ പ്രശംസ അർഹിക്കുന്ന ഒന്നാണ്. മികച്ച ചികിത്സ ലഭിക്കുന്ന ഇടങ്ങളാണ്. പല അപാകതകളുണ്ടാകാം. ഒരുപക്ഷെ വലിയ രീതിയിൽ സർക്കാർ ആശുപത്രികൾ തറക്കാനായി പർവ്വതീകരിച്ച് ചികിത്സാ പിഴകൾ ഉണ്ടാകാം. അതൊക്കെ തന്നെ സാധാരണമാണ്. എവിടെ ചികിത്സയുണ്ടോ അവിടെ ചികിത്സാ പിഴവുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെയൊക്കെ പർവ്വതീകരിച്ച് കാണിക്കാതെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി മാത്രം കണ്ടുകൊണ്ട് മികച്ച സേവനം ലഭ്യമാക്കുക. നമുക്ക് മികച്ച ചികിത്സയുണ്ട്, ഇല്ലാത്തത് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളിൽ മികച്ച സേവനമാണ്. രാവിലെ വരുന്നവർക്ക് വൈകുന്നേരം ഒരു ദിവസം അവർക്ക് കളയേണ്ടി വരുന്നു. അതുകൊണ്ട് ഏറ്റവും മികച്ച സേവനം വേഗത്തിലാക്കുക. അത്തരമൊരു സേവനം നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഏർപ്പെടുത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും അത് വലിയൊരു കാര്യമാണ്. കേരളം ഒറ്റക്കെട്ടായി ഈ UDF സർക്കാരിന് ഒപ്പം നിൽക്കും. ഇപ്പോഴത്തെ മികച്ച ചികിത്സ നിലനിർത്തുക, ഒപ്പം തന്നെ അതിന് തുല്യമായിട്ടുള്ള സേവനം ഉറപ്പാക്കുക എന്നുള്ളതാണ് ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഞ്ചാമത്തേത് വാഹന അപകടങ്ങളെ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്തെല്ലാം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടും ഒരു വർഷം ശരാശരി 4000 പേരാണ് ഈ കൊച്ചു കേരളത്തിൽ വാഹന അപകടത്തിൽ മരിക്കുന്നത്. നമുക്കൊരു ഡ്രൈവിംഗ് കൾച്ചർ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വാഹനവുമായി റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അവൻ രാജാവായി. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കൾച്ചർ ക്രമേണ മാറ്റിയെടുക്കുക. അതിനു വേണ്ടിയിട്ട് അടിയന്തരമായിട്ടുള്ള ബോധവൽക്കരണം അടക്കം നടത്തിക്കൊണ്ട് വാഹന അപകടങ്ങളുടെ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കായി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കായി കേരളത്തിൽ ഇത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ആറാമത്തെ കാര്യം. ഇത്രയും കാര്യങ്ങൾ അങ്ങ് അടിയന്തരമായി ചെയ്താൽ, ഇവിടെ എടുത്തു പറയുന്നു സമയബന്ധിതമായി ചെയ്താൽ തീർച്ചയായും അങ്ങ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങയ്ക്ക് പേരെടുക്കാം. മാത്രമല്ല UDF എന്ന് പറയുന്ന സംവിധാനം ഏറ്റവും മികച്ച ഒരു ഭരണ സംവിധാനമാണ് എന്നുകൂടി തെളിയിക്കാൻ കഴിയുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് ഈ ഒരു 6 ആവശ്യങ്ങൾ ഏതെങ്കിലും വ്യക്തികൾ ഉന്നയിക്കുന്നതല്ല. കാലാകാലങ്ങളായി തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിലെ പൊതുസമൂഹം കാലാകാലങ്ങളിലായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, ഇനിയും ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ഒരു 6 കാര്യങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കിയാൽ തീർച്ചയായും കേരളത്തിലെ ഭരണം ലോകോത്തരമാണ് എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. അതും സമയബന്ധിതമായി നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും വി.ഡി. സതീശൻ്റെ ഒപ്പം കേരളീയർ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.